അതിരാവിലെ എണീറ്റ് കണ്ണത്താ ദൂരത്തുള്ള മഞ്ഞുമലയെ നോക്കി ഒരു കൈലി കൊടുത്ത് കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പി, ഇങ്ങനെ ഒരു സ്വപ്നം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. അതാണ് സ്വിറ്റ്സർലാൻഡ്, ദ ഡ്രീം വേൾഡ്. നോക്കി നിൽക്കെ മൊത്തം മോഡൽ മഞ്ഞ്. നാളെ രാവിലെ അടുത്ത രാജ്യം പിടിക്കണം. അതുകൊണ്ട് ദൂരെ എങ്ങോട്ടും പോകുന്നില്ല. 3 ദിവസം കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഏറെക്കുറെ സെറ്റായി. വൺ സൈഡ് 1 മണിക്കൂറാണ് ഇന്ന് പോകുന്ന ഡെസ്റ്റിനേഷൻ. ഗാറ്റ്മാൻ. ഇത് വലിയ ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നുമല്ല, കൂടുതലായി മഞ്ഞുള്ള സ്ഥലമാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി കുറച്ചു നേരം പട്ടിഷ കാണിക്കാൻ വേണ്ടി കാറിന് മുകളിൽ കയറി. എന്തോ ഒരു പ്രത്യേക വൈബ്. വാ പൊളിച്ച് വായിന്ന് വെള്ളം താഴെ വീണപ്പോൾ എന്നെ താഴെ ഇറക്കി. നമ്മുടെ കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തിയാൽ മേഘത്തെ തട്ടുമോ എന്ന രീതിയിലാണ് ഇവിടുത്തെ ആകാശം. ഈ കാണുന്ന എല്ലാ മലച്ചെരുവിലൂടെയും നമുക്ക് ട്രെയിൻ സർവീസ് കാണാം. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതുപോലത്തെ ഒരു മലയുടെ താഴ്വാരമാണ്. അതേ മലയുടെ മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്നു. മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന മൂടൽ മഞ്ഞുകൾ. ഈ സ്വർഗ്ഗഭൂമി നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടാലേ അതിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. മലയുടെ മുകളിൽ നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അതിശക്തമായി മൂടൽ മഞ്ഞ് നമ്മുടെ എതിരെ നിൽക്കും. റൈറ്റ് സൈഡിൽ നമ്മുടെ നേരെ കല്ലേറിയ നിൽക്കുന്ന വലിയ പാറക്കൂട്ടങ്ങൾ, ലെഫ്റ്റ് സൈഡിൽ അഗാധമായ ഗർത്തം. മൂടൽ മഞ്ഞ് കാരണം ഈ പറഞ്ഞ 2 സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സേഫ് ആണ്. ഈ കാണുന്ന മലകൾ തുരന്നു പോകുന്നതുകൊണ്ട് ഇവിടെ ഒട്ടനവധി തുരങ്കങ്ങൾ കാണാൻ സാധിക്കും. നമ്മളെ നോക്കി ഡിമ്മടിച്ച് കാണിക്കുന്ന ആ മലയുടെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത്. നമ്മളിപ്പോൾ ഏറെക്കുറെ മലയുടെ മുകളിലെത്തി. കാരണം ചെവി അടഞ്ഞു. നാട്ടിലാണെങ്കിലും ചുരം കയറാൻ നേരത്ത് ചെവി അടയും, സ്വാഭാവികം. ഇതാ പിന്നെയും തുരങ്കം. യെസ്, ഇതാണ് നമ്മുടെ സ്ഥലം. ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ ഉള്ളൂ. കാറിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിക്കയറി ഇവിടെ എത്തി. നല്ല കിതപ്പ്. ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് അടുത്ത് കാണുന്നതും അതിൽ ചവിട്ടി നിൽക്കുന്നതും. അതിന്റെ ഒരു ആക്രാന്തം എല്ലാവരിലും പ്രകടമാണ്. ഞങ്ങൾ അറിയാതെ ഞങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും പണ്ട് സ്കൂളിൽ പഠിച്ച 3 ബിയിലെ ജിഞ്ചും വാവയും ഉണ്ണിയൊക്കെ ആയിപ്പോയി. ഇതിന്റെ മുമ്പുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോൾ കുറെ ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് ഷെങ്കൻ വിസ എടുത്തത്. നമ്മൾ UK അപ്ലൈ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ എംപ്ലോയ്മെന്റ് ലെറ്റർ, 3 മാസത്തെ പേ സ്ലിപ്പ്, വിസ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മുടെ അക്കൗണ്ട് സേവിങ്സ് ആയിട്ട് 1400 പൗണ്ട്, നമ്മൾ എൻട്രി ചെയ്യുന്ന കൺട്രിയിലെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് അക്കോമഡേഷൻ, നമുക്ക് സ്വയം ചെയ്യാവുന്ന പേപ്പർ വർക്കേ ഉള്ളൂ. ബട്ട് ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കിട്ടാൻ കുറച്ച് പണം. ഏജൻസി ത്രൂ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഈ കാണുന്ന അഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി കയറാൻ നേരത്ത് 4 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കുണ്ടി എല്ലാമേ പോച്ച്, ബായ്. 2 കാലം എണീറ്റ്